രാവിലെ കണ്ണ് തുറന്നു വന്നപ്പോൾ ദാ കിടക്കുന്നു പുറകിലത്തെ ഭാഗമില്ല. അപ്പോൾ പെരുമഴയായിരുന്നു തലേന്ന് രാത്രി. പക്ഷെ ഞങ്ങൾ എന്തോ ഒരു സൗണ്ട് കേട്ടെങ്കിലും അത് നമ്മളുടെ മതിലും പുറകു ഭാഗമാണ് പൊളിഞ്ഞു പോകുന്നത് നമ്മൾ അറിഞ്ഞില്ല. രാവിലെ എണീറ്റ് വന്നപ്പോൾ നമ്മൾ തലേദിവസം രാത്രി കൂടി നനച്ചിരുന്ന കല്ലടക്കം ദാ കിടക്കുന്നു. അപ്പം നല്ല മണ്ണിട്ട് കയറ്റിയ സ്ഥലമായിരുന്നു ബാക്ക് സൈഡ്. അപ്പോൾ ഇത് നമ്മളൊരു ബിൽഡേഴ്സിനോട് മാർക്കർ ബിൽഡേഴ്സ് പെരിന്തൽമണ്ണയിലൂടെ നമ്മൾ ഇവിടുന്ന് മേടിച്ചതാണ്. അപ്പം നമുക്ക് അന്ന് ഇവർ മതിൽ കെട്ടിയാൽ മതിയെന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് നമ്മളത് മാത്രമാണ് ചെയ്തത്. അപ്പം മതിൽ കെട്ടി നമ്മൾ പൊക്കി 6 വർഷമായി നമ്മളിവിടെ താമസം തുടങ്ങിയിട്ട്. അപ്പോൾ ഇതാ നമ്മളുടെ പുറകു ഭാഗം ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ പിന്നീടല്ലേ നമുക്ക് കാര്യം മനസ്സിലായി, അവർ ബെൽറ്റൊന്നും കെട്ടാതെ നമ്മളോട് മതിൽ കെട്ടിക്കോളാൻ പറഞ്ഞതേ ഉള്ളത് നമുക്ക് ഓർമ്മ. ബാക്ക് സൈഡ് ഒരു വനം പോലെ കിടന്നുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചതുമില്ല. ഇനിയിപ്പോൾ ഓരോ ബിൽഡേഴ്സിൻ്റെ അടുത്തൊക്കെ ചെന്ന് ചാടുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓരോ ആൾക്കാർക്കും പറ്റുന്നൊരു അബദ്ധമാണ്. എല്ലാ ബിൽഡേഴ്സും ഒരുപോലെയല്ല എങ്കിലും അവർ ലാഭം ഉണ്ടാക്കാൻ നേരം നമ്മൾ കുഴിയിൽ ചാടും. അതാണ് ഉണ്ടാവുക. ഇപ്പം ഞങ്ങളിതാ 2 ബെൽറ്റൊക്കെ കൊടുത്തുകൊണ്ട് നന്നായിട്ട് മതിൽ പടുത്തിട്ടുണ്ട്. കരിങ്കൽ പടവ് 2 ഇത് കൊടുത്തുകൊണ്ട് ബാക്കി ഭാഗമാണ് നമ്മൾ കുറച്ച് വെട്ടുകല്ലിൻ്റെ പീസ് കൊടുത്തുകൊണ്ട് പിന്നെ ബാക്കി മതിൽ നമ്മൾ ഒരു 3-4 വരി മതിൽ കെട്ടി. ഇങ്ങനെ മണ്ണിട്ട് പൊക്കി കയറ്റിയ സ്ഥലം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കരിങ്കൽ പടവ് ചെയ്ത് ബെൽറ്റ് വാർക്കണമെന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അറിയുന്നവരായിരിക്കും എല്ലാവരും, പക്ഷെ ഞങ്ങളെപ്പോലെയുള്ള മണ്ടന്മാരും ഉണ്ടാവും. അതുകൊണ്ട് ഏതായാലും ഇതൊരു പാഠമാവട്ടെ. പല ബിൽഡേഴ്സിൻ്റെ കയ്യിൽ ചെന്ന് ചാടുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന ഓരോ അനുഭവങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഇതൊരു ഉപകാരമാവട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.